ഹായ് സർ, നമസ്കാരം. നമസ്കാരം സർ. ഹലോ നാരിയൽ എന്ന സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞു. എന്താണ് സർ ഹലോ നാരിയൽ എന്ന സംരംഭം? അതേക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഹലോ നാരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് പ്ലക്കിംഗ്, അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങി കയറി തേങ്ങ ഇടുന്ന പരിപാടി. തേങ്ങ പറിക്കും, നമ്മൾ വടക്കോട്ടൊക്കെ തേങ്ങ പറിക്കുക എന്ന് പറയും. ഓക്കെ, ബേസിക്കലി ഞാനൊരു എക്സർവീസ്മാനാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നവും ഈ നമുക്ക് തെങ്ങിന്ന് തേങ്ങ ഇടാൻ, എൻ്റെ മുകളിൽ നിന്ന് താഴെ തെങ്ങിന്ന് തേങ്ങ ഇടണമല്ലോ, അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഞാനിതിലേക്ക് വന്നൊരു കാര്യം, എനിക്കൊരു 10-15 മൂട് തെങ്ങുണ്ടായിരുന്നു എൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അതിൽ ഏകദേശം 2 വർഷത്തോളം എനിക്ക് തേങ്ങ ഇടാൻ ആളിനെ കിട്ടിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു രാമു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ 10 മണി കഴിഞ്ഞാൽ പിന്നെ ബാറിലാണ്, അവനെ പിന്നെ കാണാനേ ഇല്ല. അങ്ങനെ പല പ്രാവശ്യവും അവനെ പോയി തേടി പിടിച്ച് ചെല്ലുമ്പോഴൊന്നും അവൻ കാണത്തില്ല. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം എനിക്ക് തേങ്ങ ഇടാൻ വേണ്ടി ആളിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. ആ വീഡിയോ അത് ഒരു 10-15 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. വീഡിയോയിൽ തെങ്ങി കയറുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് എവിടെ കിട്ടുമെന്ന് ആദ്യം അന്വേഷിച്ചു. അവസാനം ഇത് അഗ്രികൾച്ചറിലുണ്ടായിരുന്നു, കൃഷിഭവനിലുണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ഒരു പകുതി വരെ പോയ സമയത്ത് ഞാൻ തിരിച്ചിറങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. തിരിച്ചിറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായി ഇത് തിരിച്ചിറങ്ങുന്ന വേറൊരു ടെക്നിക്ക്. അതെനിക്കറിയില്ലായിരുന്നു. ഞാനത് അവിടെ അങ്ങ് ഇരുന്ന് പോയി. ശരിക്കും പറഞ്ഞാൽ മെഷീൻ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ അള്ളിപ്പിടിച്ചൊക്കെയാണ് താഴെ ഇറങ്ങിയത്. താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കമ്പിട്ട് കുത്തിയിട്ടൊക്കെയാണ് ഞാൻ അതിനെ താഴെ ഇട്ടത്. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്തു. വീണ്ടും കുറച്ച് കയറും താഴെ ഇറങ്ങും, വീണ്ടും കുറച്ച് കയറും താഴെ ഇറങ്ങും. അങ്ങനെ പതുക്കെ ഏറ്റവും മുകളിലെത്തിയപ്പം എനിക്ക് തേങ്ങ ഇടാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കൂടെ വേണ്ടി ഷെയർ ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ നമ്മളെ മലയാളികളെയൊക്കെ പോയി അപ്രോച്ച് ചെയ്തു, ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരാരും ബില്ലിംഗ് അല്ല, കാരണം അവർക്ക് വൈറ്റ് കോളറാണല്ലോ. പിന്നെ ഞാൻ ഈ കവലയിലൊക്കെ നമ്മളെ കൂടുന്ന നോർത്ത് ഇന്ത്യക്കാരുണ്ടല്ലോ, നമ്മൾ ഓരോ ജംഗ്ഷനിലും ഈ രാവിലെ വർക്കിന് വേണ്ടി ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഹിന്ദിക്കാരുണ്ട്. അവരെ പോയി കണ്ടപ്പോഴാണ്. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ട് കാണിച്ചിട്ട് വീഡിയോ കാണിച്ചപ്പോൾ അവർ സാറൊക്കെ ആരെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കൊച്ചു കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 8 പേര് കയറും. ഞാൻ നേരെ ഈ പുരയിടത്ത് കൊണ്ടുപോയിട്ട് ഇവർ കുറച്ചൊക്കെ കയറും, കുറച്ചൊക്കെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ പറയും, സാർ ഈ പണി എന്നെക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, താഴെ എന്തെങ്കിലും പണിയുണ്ടെന്നുണ്ടെങ്കിൽ പറയും, ഞങ്ങളത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ പിന്നെ തിരിച്ച് അവരവിടെ കൊണ്ടാക്കും. വീണ്ടും ഞാൻ പിറ്റേ ദിവസം പോകും, വീണ്ടും കുറച്ച് പേര് വരും. ഇങ്ങനെ 3-ാമത്തെ ദിവസമായപ്പം അവർ എന്നെ ദൂരെ നിന്ന് കാണുമ്പോഴേ അവരെന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അതായത് വെറുതെ വരുന്നവനെ സൂക്ഷിക്കണം, നിങ്ങൾ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വരുമ്പോൾ 8 മണിയാവും. 8 മണിയാകും പിന്നെ അവർക്ക് ജോലി കിട്ടത്തില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ ആരും നമ്മളെടുക്കാൻ മൈൻഡ് ചെയ്യാതായി. പിന്നെ ഞാൻ വേറൊരു ജംഗ്ഷനിൽ പോയി അവിടെയും 5-6 പേരെ കൊണ്ടുവന്ന് വീണ്ടും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം പല സ്ഥലങ്ങളിൽ പോയി കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നാണ് ഈ. അപ്പോൾ ഒരു ദിവസം ഒരു 6-7 പയ്യന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ കൊണ്ടുപോകാനപ്പോൾ ഒരു പയ്യൻ പറയും, സാറേ എനിക്ക് താമസിക്കാനൊരു സ്ഥലം തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, ഇതാ ഓക്കെ, എനിക്കും സന്തോഷമായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട്, നീ ഈ തെങ്ങി കയറുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇത് സംഭവം? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് നേരെ അവിടെ ചെന്നപ്പോൾ അവനൊരു 8-10 മൂടുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് തെങ്ങി കയറിയാൽ പോരല്ലോ, നമുക്ക് ഈ ഇളയത് മൂത്തതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, ഏത് പോലെ വെട്ടണം, ഏത് തേങ്ങ വെട്ടണം, കരിക്ക് ഏതാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഏകദേശം 2 തെങ്ങിൽ ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്തൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ നമ്മളെ ഓഫീസിൽ വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതിനെ കൊണ്ട് കഴിയുന്ന ചെയ്യും, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ വന്നു. ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണാം ഇവൻ അവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി? സാറേ ഞാൻ 9 മരത്തിൽ കയറി എന്ന് പറഞ്ഞു. ഓ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പം ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. ദാറ്റ് മീൻസ് സക്സസ് ആയി. കാരണം 9 കയറിയില്ല, അതൊരു വലിയ സംഭവമായിട്ട് മാറി എനിക്ക്. പിന്നെ അവൻ്റെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു, അവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഒരു 4 പേരെ കൊണ്ടുവന്നു. അതിൽ 2 പേര് ഓക്കെ ആയി, രാത്രി 2 പേര് തിരിച്ചു പോയി. കാരണം എല്ലാവരെ കൊണ്ട് ഈ പണി പറ്റുന്നതല്ലോ, നമ്മളെ മലയാളിയെ കൊണ്ടുപോലും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ശരിയാവും? അങ്ങനെ പതുക്കെ വർക്ക് പിടിച്ചു തുടങ്ങി. അവസാനം ഒരു 5 പേരായി. 5 പേരായപ്പോൾ ഈ 5 പേർക്കും ജോലി കൊടുക്കുക എന്നുള്ളത് വലിയൊരു പണിയായി. കാരണം ഇവർക്ക് ദിവസം നമുക്ക് ആളിനെ അറിയണ്ടേ ഇതെങ്ങനെ. അപ്പം പരസ്യം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവർക്ക് ദിവസം പണി കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് കോൺക്രീറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പൈസ കിട്ടും. ഉച്ചവരെ ജോലി ചെയ്താൽ മതി, നല്ല ഫുഡും കിട്ടും അവർക്ക്. അങ്ങനെ ഞാനും ഇവരെയും കൂടെ കയറ്റിക്കൊണ്ട് ഈ കാറിൽ ഞാൻ ഈ 6 മാസത്തോളം ഇവരെ കൊണ്ട് നടന്ന് ഓരോ വീട്ടിലും തേങ്ങ ഇടണമെന്ന് ചോദിച്ച് കൊണ്ടുവന്ന് നടന്ന് തേങ്ങ ഒട്ടിച്ച് ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ പോസ്റ്റും കാര്യങ്ങളും അപ്പോഴാണ് പിന്നെ ഏഷ്യാനെറ്റിൽ പണ്ട് ഒരു കണ്ണാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക് ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഗോകുമാർ സാറായിരുന്നു അദ്ദേഹം ഇത് കാണുകയും അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് ഏറ്റവും കൂടുതൽ വൈറലായത്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഹലോ നാരിയലിന് ബ്രാഞ്ചുകളുള്ളത്? ശരിക്കും ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പോത്തങ്കോട് ഭാഗത്തുള്ള ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അരുപ്പാറ ചാരുമൂട് ഭാഗത്ത്, ചാരുമൂട്ടിലാണ് നമ്മുടെ ഓഫീസുള്ളത്. ഇവിടെ ഏതാണ്ട് 10-15 ലേഡീസ് ഇരുന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കാരണം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ഇപ്പോൾ കരമ്പന, തിരുമല, ചിറയൻകീഴ്, വർക്കല, ആറ്റിങ്ങ, അങ്ങനെ 8-10 ബ്രാഞ്ചുകൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് കൊല്ലത്തുണ്ട്, കരുനാഗപ്പള്ളിയിലുണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, വടക്കഞ്ചേരിയിലുണ്ട്, പിന്നെ ചിറ്റൂരുണ്ട്, പാലക്കാട് ചിറ്റൂരിലുണ്ട്, മലപ്പുറത്തുമുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ബ്രാഞ്ചുകൾ. സർ, എത്ര പേരാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്? ഏകദേശം നമുക്ക് ഇപ്പോൾ 150-200ഓളം പേരുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിലുള്ളവരാണ്. കാരണം ഒരുപാട് ഞാൻ തന്നെ ഛത്തീസ്ഗഡിൽ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവരെ കൊണ്ടുവരാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഇപ്പോൾ നാട്ടിലാണ്. ഒരു ലീവിന് പോയി കഴിഞ്ഞാൽ സമയത്തിന് വരത്തില്ല. കാരണം അവരുടെ സാലറി എന്ന് പറയുന്നത് ഹൈ സാലറിയാണ്. ഏകദേശം 30,000 തൊട്ട് 70,000-നകം അവർ സാലറി വാങ്ങുകയാണ്. പിന്നെ ഞാൻ മലയാളികളെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തായിരുന്നു. പക്ഷേ മലയാളികളെല്ലാം വൈറ്റ് കോളറല്ല. അവരാരും ചിലപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു 2 ദിവസം നിൽക്കും, പിന്നെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വഴിക്കങ്ങ് പോകും. ഒരാഴ്ച കഴിഞ്ഞാലും പിന്നെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലുള്ളവരാണ്. നമ്മൾ ഇപ്പം ബ്രാഞ്ചുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് ഈ ലേബേഴ്സിന് വളരെ ഷോർട്ടേജാണ്. കാരണം ഇവർ ശമ്പളം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവരൊരു 3-4-5 മാസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ തന്നെ 2-3 ലക്ഷം രൂപയും കൊണ്ടാണ് പോകും. നമ്മൾ ഗൾഫിൽ നിന്ന് നമ്മളവരൊന്നുമില്ല. പിന്നെ അവർ ആ പൈസ തീർന്നാലേ അവർ വരത്തില്ല. അവിടെ ചെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബൈക്ക് വാങ്ങിക്കും. പിന്നെ അത് കംപ്ലീറ്റ് അത് തുലച്ച് ഒരു പരുവത്തിലാക്കിയതിന് ശേഷമേ അവർ തിരിച്ചു വരത്തുള്ളൂ. പോയി ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞ് വരത്തില്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നം. കാരണം ലേബേഴ്സ് ഇത്തിരി ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സ്ഥലങ്ങളാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഏതാണ്ട് 10,000 പേരൊക്കെ തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ മുഴുവനും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ലേബേഴ്സിൻ്റെ ഒരു ചെറിയ ഷോർട്ടേജ് കാരണമാണ് ഞങ്ങളിത് പെൻഡിങ് വെച്ചിരിക്കുന്നത്. കാരണം ഛത്തീസ്ഗഡിലുള്ള പിള്ളേർ കുറച്ച് പാവങ്ങളാണ്. കാരണം ഒരുവിധം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന രീതിയിലാണ്. പക്ഷേ ബംഗാളിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തേങ്ങ ഇടുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് കമൻസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നതാണ്.